ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ഡെയ്സി ചെടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിലെ ബാക്കി എല്ലാതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് പാഠഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ വായിക്കാം. അപ്പോൾ ഇവിടെ ഒരു കഥയാണ് തന്നിട്ടുള്ളത്. കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ, ഊഷ്മള സ്നേഹത്തിൻ്റെ ഒരു കഥയാണ്. ഡെയ്സി ചെടി. നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചുറ്റും വേലികെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കുഴിയുടെ വക്കത്ത് പച്ചപ്പുല്ലുകൾക്കിടയിലായി ഒരു ഡെയ്സി ചെടി ഉണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അത് നന്നായി വളർന്നു വന്നു. ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്നു. നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ള നിറവുമുള്ള പൂവ്. പുല്ലിനടിയിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് ഡെയ്സി ചിന്തിച്ചില്ല. സംതൃപ്തിയോടെ അവൾ സൂര്യന് അഭിമുഖം നിന്നു. അന്തരീക്ഷത്തിലുയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു. പൂ വിചാരിച്ചു, എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു. കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു. ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ്. തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു. വേലിക്കു സമീപമുള്ള ഡെയ്സിയെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു വാനമ്പാടി ശബ്ദിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. അത് പറന്നു വന്നത് ഡെയ്സിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ്. വാനമ്പാടി ചുറ്റും പാടിക്കൊണ്ട് നൃത്തം ചെയ്തു. എന്നിട്ട് സ്വയം പറഞ്ഞു, എന്തു മാർദ്ദവമുള്ള പുല്ല്, സ്വർണഹൃദയവും വെള്ളിയുടുപ്പും ഉള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ്. ഡെയ്സിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു, പാട്ടുപാടി. എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു. പാതി നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി. മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു. ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡെയ്സിക്ക് സന്തോഷം തോന്നി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൾ ഇതളുകൾ മടക്കി ഉറക്കമായി. രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയെയും സ്വപ്നം കണ്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു. അതിന് കാരണമുണ്ടായിരുന്നു. ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി. സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു. ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി. ഡെയ്സി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു. സൂര്യൻ്റെ ഇളം ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ച് മാത്രമായി ചിന്ത. തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്നും അവൾക്ക് തോന്നി. ആ സമയം 2 ആൺകുട്ടികൾ അവിടെ എത്തി. അവർ ഡെയ്സിക്കു ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പുൽത്തകിടിയോടൊപ്പം ഡെയ്സി കിളിയുടെ കൂട്ടിലെത്തി. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചുപൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല, വാനമ്പാടി കരഞ്ഞു പറഞ്ഞു. ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി. എന്നിട്ട് ഡെയ്സിയുടെ നേരെ നോക്കി തല കുനിച്ചു പറഞ്ഞു, പാവം പൂവ്, നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ. എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിനു പകരം നിന്നെയും ഈ പുൽത്തകിടിയെയും അവർ എനിക്ക് തന്നു. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്. നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. കഷ്ടം, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു. എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡെയ്സി വിചാരിച്ചു. വൈകുന്നേരമായി. എന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കിളിക്ക് കൊടുക്കാൻ ആരും എത്തിയില്ല. ചിറകുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു. അതിൻ്റെ പാട്ട് വിലാപമായി മാറി. തല പൂവിന് നേരെ ചെരിഞ്ഞു. ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു. ഡെയ്സിക്ക് തലേന്നത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങാൻ പറ്റിയില്ല. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷിയെ സ്നേഹിക്കുകയും സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെക്കുറിച്ചും ആരും ഓർത്തില്ല. ആൻഡേഴ്സൺ കഥകളിൽ നിന്നുള്ള ഒരു കഥയാണിത്. വിവർത്തനം എ. വിജയനാണ്. ഓക്കെ, അപ്പോൾ നല്ല കഥയാണല്ലേ.
നമുക്ക് വായിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു നൊമ്പരം ഉണർത്തുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. കഥയോടൊപ്പം കഥ 1-2 തവണ മൗനമായി വായിക്കൂ. പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. അടുത്തത് വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഏതു സന്ദർഭത്തിലാണ്? ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം എഴുതി നോക്കാൻ പറയുന്നുണ്ട്. ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട്, കണ്ടെത്തി അവയെക്കുറിച്ചും എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന വാനമ്പാടിയാണ് ഇങ്ങനെ പറഞ്ഞത്. പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലടക്കുന്നു. ദുഃഖവും ദാഹവും സഹിക്കവയ്യാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു. പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡെയ്സിച്ചെടിയെ പറിച്ചു കൂട്ടിൽ വെച്ചു കൊടുക്കുന്നു. കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നീട് കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡെയ്സിച്ചെടി മാത്രമായി. തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എന്ന് ഡെയ്സിച്ചെടിയോട് പറയുന്നു. സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇത് മാറുന്നു. ഇത്തരം പ്രയോഗങ്ങൾ ഇനിയും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ കൂട്ടുകാർ വായിച്ചതിൽ നിന്ന് എന്ത് പ്രയോഗമാണോ കിട്ടിയത് അതിനെക്കുറിച്ചും കൂടെ എഴുതാം. ഇനി പ്രകൃതി പാഠങ്ങളാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്, അല്ലേ? ശരിയാണല്ലേ? അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടതോ കാട്ടിലെ മഴയെക്കുറിച്ചിട്ടായിരുന്നു. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡെയ്സിച്ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും നമുക്ക് കാണാം. ഈ 3 പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും അതിൽ? പ്രകൃതി പല പാഠങ്ങളാണ് നമ്മെ പലപ്പോഴായി പഠിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ പ്രകൃതി സ്നേഹത്തിൻ്റെ ആഴം നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ അത് പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും പാഠങ്ങളാവുന്നു. മറ്റു ചിലപ്പോൾ അത് നഷ്ടപ്പെടലുകളുടെ പേടിപ്പെടുത്തുന്ന പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാഠങ്ങളാണ് മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സിച്ചെടി എന്നിവ. പി. മധുസൂദനൻ നായർ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ പൂക്കളെക്കുറിച്ചാണ് ഈ കവിതയിൽ ഉടനീളം പറയുന്നത്. മുക്കുറ്റിപ്പൂവിൻ്റെയും പനിനീർപ്പൂവിൻ്റെയും ജമന്തിപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും കൃഷ്ണകിരീടത്തിൻ്റെയും തുമ്പയുടെയും വാടാമല്ലിയുടെയും എല്ലാം സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൽ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. ഏത് നോവലിലും വാടാത്തവരും ഏതൊരുട്ടിലും പുഞ്ചിരിക്കുന്നവരുമാണ് ഈ പൂക്കൾ എല്ലാം തന്നെ എന്നതാണ് കവി ഇതിൽ പൂക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയുന്നത്. വേനൽ മഴയുടെ ഭംഗിയെ സൂക്ഷ്മമായി ഒപ്പിയെടുത്തിരിക്കുന്ന അനുഭവക്കുറിപ്പാണ് ഈ സോമനാഥന്റെ കാട്ടിലെ മഴ. കാട്ടിൽ പെയ്യുന്ന ആദ്യ മഴയുടെ ഭംഗിയെയും കാടിന് വരുന്ന പുത്തൻ ഉണർവിനെയും അതിമനോഹരമായി ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാം. വറ്റുവരണ്ടിരിക്കുന്ന പുഴകളെയും ഉണങ്ങി നശിച്ചിരിക്കുന്ന കാടിനെയും വേനൽ മഴ എത്ര സൗന്ദര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് എഴുത്തുകാരൻ ഇതിൽ കാണിച്ചിരിക്കുന്നു. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് എ. വിജയന്റെ ഡെയ്സിച്ചെടി. പുല്ലുകൾക്കിടയിൽ മുളച്ച മനോഹരിയായ ഡെയ്സിപ്പൂവിനെ സ്നേഹം കൊണ്ട് ഉമ്മ വെക്കുന്ന വാനമ്പാടിയും അകപ്പെടുന്ന വാനമ്പാടിയെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ നിസ്സഹായിയായി നിൽക്കേണ്ടി വരുന്ന ഡെയ്സിച്ചെടിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. പരസ്പര സ്നേഹത്തിന്റെ പ്രാധാന്യത്തിനപ്പുറം പ്രകൃതിയിലെ ഓരോ ജീവിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 കഥയെക്കുറിച്ചിട്ടും എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം ഇവിടെ എഴുതി ചേർക്കേണ്ടതാണ്. അത്രയുമാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി താഴെ നമുക്ക് പദപരിചയം തന്നിട്ടുണ്ട്. ഈ പാഠങ്ങളിലെ പദങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 2 ആണ്. ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്നുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.